ഇരുന്നുറങ്ങാൻ പറ്റുമോ സക്കീർ ബായിക്ക് അത് തൊട്ടിലിൽ? പക്ഷെ ഞങ്ങളുടെ ആമിക്കുട്ടിക്ക് പറ്റും കേട്ടോ. അവൾ ആക്ച്വലി ഞാനൊരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവളെ ഉറങ്ങുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി സൗണ്ട് മതി. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര മഴയാണ്. നല്ല രീതിയിൽ മഴ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നപ്പോൾ വീണ്ടും രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മഴയിലൊക്കെ നല്ലപോലെ വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ മാമിക്കുട്ടി രാവിലത്തെ ഉറക്കമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പോയപ്പോൾ എൻ്റെ സൗണ്ട് കേട്ട് പുള്ളിക്കാരത്തി എഴുന്നേറ്റ് ഇരുന്ന കണ്ണൊന്നും തുറന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ടാങ്ക് ഇച്ചിരി ചെളിയായിട്ടുണ്ട്. അപ്പോൾ അതൊരു മഞ്ഞ ഓറഞ്ച് കളറിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം. ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യുന്നില്ല, പെബിൾസ് ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ആ വെള്ളം ഒന്ന് മാറ്റിയേക്കാന്ന് വിചാരിച്ചിട്ട് അച്ചക്കുട്ടനാണ് ആ വെള്ളം ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ. തിരിച്ച് വെള്ളം ഒഴിക്കണേ നമ്മൾ മാനുവലി തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ അത്രയും ഇതിനെക്കാട്ട് ഹൈറ്റിൽ വെള്ളം വെച്ചാൽ തിരിച്ച് വെള്ളം ആകും. അപ്പോൾ ഇച്ചിരി പണിയാണ്. പക്ഷേ വെള്ളം നല്ലപോലെ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. മീനുകൾക്കൊന്നും പറ്റത്തില്ല. അതിനകത്ത് തന്നെ ഒരു ഫിൽറ്റർ പോലെ അരിപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഗപ്പി അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. എന്നിട്ട് പോലും അതൊന്നും ഇതിനകത്തൂടെ വരത്തില്ല. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇത് ആ ഒരു ഇത് കണ്ടോ ഓഫ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം വെള്ളത്തിൻ്റെ ഫ്ലോ. അപ്പം ഞാൻ അച്ചുകുട്ടനാണ് ഇന്ന് രാവിലെ തൊട്ടേ പറഞ്ഞിരുന്നത് അത് ചെളിയായി, എന്നാൽ അത് ശരി ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഫിൽറ്ററിൻ്റെ അകത്ത് വരുന്ന പഞ്ഞി പോലത്തെ സ്പോഞ്ച് പോലത്തെ സംഭവം നല്ലപോലെ കണ്ടോ, നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കുറുകിയാണ് അഴുക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ അത് ക്ലീനായി പോകുന്നുണ്ട്. വേറെ സോപ്പോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല, കാരണം അത് ഫിൽറ്ററായി പോകുന്നതല്ല. അപ്പം ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളം ഏകദേശമൊക്കെ വറ്റിച്ചു. ഇത് ഡീപ്പ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതൊക്കെ പെബിൾസ് എല്ലാം എടുത്തിട്ട് മീനുകളെല്ലാം മാറ്റി ചില പണിയുള്ളതാണ് കേട്ടോ. അതൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അത് 2 ആഴ്ച കൂടുമ്പോഴേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതും അല്ല, നമ്മൾ അടുക്കളയുടെ ആ ഒരു ഇതിലാണ് വെച്ചേക്കുന്നത്, ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോന്ന് തെറിച്ചിട്ട് ചെളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തുടച്ചെടുത്തു, വെള്ളം ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഓണാക്കി സെറ്റാക്കി. നല്ലപോലെ ഡീപ്പ് ക്ലീൻ ആയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ വരാം. ബൈ ബൈ.